മനുഷ്യാവതാരത്തിന്റെ ജൂബിലി വർഷത്തിലാണ് നമ്മൾ ജൂബിലി ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആചരണങ്ങൾ എല്ലാം സമാപ്തിയിലേക്ക് കടക്കുന്നു. ഈശോയുടെ ജനനത്തിന്റെ 2025 വാർഷികം അല്ലെങ്കിൽ ആ ക്രിസ്മസ് നമ്മൾ വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊരു വലിയ ചോദ്യം ആകാംക്ഷയോടെയെങ്കിലും ചിലരെങ്കിലും ചോദിച്ചു കേട്ടിട്ടുണ്ട്. ഈശോ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കുമായിരുന്നു? പല ഉത്തരങ്ങൾ അതിന് ഉണ്ടാവും. ചിലർ പറയും ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ നമുക്കറിയാം, പാപത്തിൽ നിന്നുള്ള നമ്മുടെ രക്ഷ ഒരിക്കലും സാധിക്കത്തില്ലായിരുന്നു. നമ്മൾ വലിയ ഒരു അടിമത്തത്തിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നേനെ. കർത്താവിൻ്റെ ജനനത്തോടു കൂടി മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ അദമ്യമായ ആഗ്രഹവും സ്നേഹനിർഭരമായ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പ്രവൃത്തിയുമായി അവിടുത്തെ രക്ഷാകർമ്മം ആരംഭിക്കുകയാണ്. ആ രക്ഷയുടെ അനുഭവം അത് കേവലം ലൗകികമായ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു രക്ഷയല്ല, മറിച്ച് ആത്മീയമായ ഒരു രക്ഷ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം, കർത്താവ് നൽകുന്ന കൃപയിലേക്കുള്ള വളർച്ച, ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇതൊന്നും ലഭിക്കാത്തവരെ പോലെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. കൃപ ലഭിക്കാത്തവരെ പോലെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും കൃപ ലഭിച്ചവരാണ്. അങ്ങനെ കൃപ ലഭിച്ചവരായിട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഈ ലോകത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈശോ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ലോകം എങ്ങനെ പോകുമായിരുന്നു? നമുക്കറിയാം, മനുഷ്യന്റെ മഹത്വം ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കപ്പെട്ടത് ദൈവം മനുഷ്യനായി അവതരിച്ചതിന് ശേഷമാണ്. പടിപടിയായിട്ട് അടിമത്തം ഓരോ മേഖലകളിലും നിന്നത്. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമാണ്. അതുപോലെ ദൈവം മനുഷ്യനായി അവതരിച്ചതിലൂടെ മനുഷ്യത്വത്തെ ദൈവികവൽക്കരിച്ചു എന്നൊക്കെയുള്ള ഒരു ബോധ്യം മനസ്സിൽ കടന്നു വന്നതോടുകൂടിയാണ് ഒരു പ്രോസസ് ഓഫ് ഡിവിനൈസേഷൻ അത് നടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരായിട്ട് മാറി. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് മനുഷ്യനെ ആദരിക്കണം. മനുഷ്യനെ നമുക്ക് അവനെ തരംതിരിക്കാനായിട്ടാവില്ല. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് തരംതിരിക്കാനാവില്ല. കുറെ പേരെ അടിമകളാക്കാനാവില്ല. കുറെ പേരെ താഴ്ന്ന ജാതിയെന്നോ കുറെ പേരെ ഉയർന്ന ജാതിയെന്നോ കരുതാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കൃത്യമായ ചിന്തകൾ വന്നത് ഈ ഒരു വലിയ സംഭവത്തോടു കൂടിയാണ്. ദൈവം മനുഷ്യ രൂപമെടുത്തു, മനുഷ്യനായി അവതരിച്ചു. മനുഷ്യ അവകാശം എന്ന വാക്ക് തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് തെർത്തുല്യൻ എന്ന സഭാപിതാവാണ് എന്നറിയുമ്പോഴാണ് ക്രൈസ്തവ സന്ദേശം ഈ ലോകത്തിന്റെ നിർമ്മിതിയിൽ എത്രമാത്രം വലിയ സ്ഥാനമാണ് വഹിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. എല്ലാ മേഖലകളിലും മനുഷ്യ ജീവന്റെ മൂല്യം തിരിച്ചറിഞ്ഞത് ആ കാലഘട്ടത്തിലാണ്. ആ ജീവന്റെ മൂല്യം തിരിച്ചറിഞ്ഞത് കർത്താവിൻ്റെ വരവോടുകൂടിയാണ്. നമ്മുടെ കർത്താവ് നമ്മളിൽ ഓരോരുത്തരും ജീവിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നാണ് മനുഷ്യന്റെ വില ഉയരുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ ഛായ പേർന്നവനാണ്. ദൈവം തൻ്റെ പുത്രനെ അയച്ച് രക്തം ചിന്തി, രക്തം വിലയായി നൽകി നേടിയവനാണെന്നൊക്കെയുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തോടു കൂടിയാണ്. അതോടുകൂടി ആതുര ശുശ്രൂഷ രംഗമേറെ വളർന്നു. കാരണം മനുഷ്യൻ രോഗമൊക്കെ വന്നാൽ പരിചരണം ലഭിക്കാതെ അവിടെ ഇവിടെയും കിടന്ന് മരിക്കേണ്ടവനല്ല, അവൻ കരുതൽ ലഭിക്കേണ്ടവനാണെന്നുള്ള ബോധ്യം വന്നു. കാരുണ്യ ഭവനങ്ങൾ ധാരാളമായിട്ട് വന്നു, മനുഷ്യനെ കരുതുന്ന ഭവനങ്ങൾ. ജനാധിപത്യമെന്ന വ്യവസ്ഥിതി തന്നെ കടന്നു വരുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ കർത്താവിൻ്റെ ജനനവും കർത്താവിൻ്റെ സുവിശേഷവും ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെ ഇന്നത്തെ ലോകത്തിൻ്റെ നിർമ്മിതിയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയ ക്രൈസ്തവ വിശ്വാസം, ഈശോ മിശിഹായിലുള്ള വിശ്വാസം. നമ്മൾ ഇന്ന് ഈശോയെ മറക്കുന്നെങ്കിലും ഈശോ ചരിത്രത്തെ എന്നും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫുൾട്ടൻ ജെഷീൻ ഒരിക്കൽ പറയുകയുണ്ടായി, അവൻ ജനിച്ചത് ജീവിക്കാനായിരുന്നില്ല, മറിച്ച് ജീവിപ്പിക്കാനായിരുന്നു. അവൻ ജനിച്ചത് ജീവിക്കാനായിരുന്നില്ല, ജീവിപ്പിക്കാനായിരുന്നു.
അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ അറിയാമായിരുന്നു എത്ര കാലം അവൻ ഈ ലോകത്തിൽ ഉണ്ടാകുമായിരുന്നുവെന്ന്. പക്ഷെ അവന്റെ ലക്ഷ്യം സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റുക, മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ തൻ്റെ ജീവൻ അവിടുന്ന് സമർപ്പിക്കുകയാണ്. നമ്മൾ ക്രൈസ്തവരായിരിക്കുമ്പോൾ, ഈശോ മിശിഹായെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ, നമ്മളും ജീവിക്കുന്നത് മറ്റുള്ളവരെ ജീവിപ്പിക്കാനാവണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മിശിഹായുടെ അനുയായികളായിട്ട് അല്ലെങ്കിൽ ശിഷ്യരായിട്ട് മാറുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളായി മാറാതെ മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നവരായിട്ട് മാറുന്നു. തികവിൽ ജീവൻ ഉണ്ടാകുവാൻ, ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ ക്രിസ്മസിൽ നമുക്ക് ഉള്ള നല്ലൊരു സന്ദേശം അതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതം സമൃദ്ധമാക്കാൻ വേണ്ടി സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ജനിച്ചത് മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തൻ്റെ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട്. അതിൻ്റെ ഭാഗമായിരുന്നു അവിടുത്തെ കുരിശുമരണവും ഉത്ഥാനവും. അതിലൂടെയെല്ലാം സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ സ്വയം ശൂന്യനാക്കിക്കൊണ്ട് അവിടുന്ന് മറ്റുള്ളവരെ ജീവിപ്പിക്കാനായിട്ട് കടന്നു വന്നു. അത് മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലും അവിടുന്ന് പങ്കാളിയായി. പുൽക്കൂട് മുതൽ കാൽവരി വരെ ഒരു മനുഷ്യന്റെ ദൈന്യതയെ മുഴുവൻ അവിടുന്ന് ഏറ്റുവാങ്ങി. അതേസമയം മഹത്വത്തിലൂടെയും അവിടുന്ന് കടന്നുപോയി. ജനക്കൂട്ടങ്ങൾ അവനെ ഓശാന എന്ന് പാടി വരവേറ്റു. അനേകർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട്, അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് അവൻ മഹത്വത്തിന്റെ തേരിലേറിയ ദിനങ്ങൾ ഉണ്ടായിരുന്നു. അവൻ അവരുടെ മുമ്പിൽ ഒരു അത്ഭുത മനുഷ്യനായി അവതരിച്ച ദിനങ്ങളും ഉണ്ടായിരുന്നു. അതേസമയം മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ലാതെ വഴിയോരങ്ങളിൽ കിടന്നിറങ്ങിയ ദിവസങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ എല്ലാ സാഹചര്യങ്ങളോടും താതാത്മ്യപ്പെട്ടുകൊണ്ട് അവയെല്ലാം വിശുദ്ധീകരിച്ച് അവിടുന്ന് നമ്മളിൽ ഓരോരുത്തരിലും ഇന്നും ജീവിക്കുകയാണ്. അവിടുന്ന് എന്നിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാനും ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ചുറ്റുമുള്ളവർക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ്. അത് യഥാർത്ഥമായ ജീവൻ നൽകാൻ വേണ്ടിയാണ്. അത് ദൈവികമായ ജീവൻ നൽകാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ ജീവിപ്പിക്കുന്നവരായി മാറാം. ജീവിക്കാൻ പരവേശം പിടിച്ച് നടക്കുന്ന മനുഷ്യരാകാതെ മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ സ്വയം ശൂന്യവൽക്കരിക്കുന്ന ആ ഒരു മനോഭാവം സ്വന്തമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.